എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ദാസേട്ടന് നമ്മുടെ രേണു സുധിയും കൂടി തകർത്ത് അഭിനയിച്ച ഒരു അടിപൊളി ഒരു റീൽസ് വന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് വരാം. പാട്ടിന് ശബ്ദം വെക്കാത്തതാണ്. പാട്ടിന് ശബ്ദം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് പാട്ടിന് വോളിയം വെക്കാണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ അണ്ണാക്കെടുത്ത് വെച്ച് കലപില 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 എന്ന് പറഞ്ഞ് ആക്കിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം കോപ്പിറൈറ്റ് വരാതിരിക്കാനുള്ള പരിപാടികളൊക്കെയാണ്. എന്തായാലും വളരെ നന്നായിട്ടുണ്ടല്ലേ. എനിക്കിഷ്ടപ്പെട്ടു ഈ റീൽസ്, അടിപൊളിയായിട്ടുണ്ട്. രണ്ടുപേരും അടിപൊളി, ക്യൂട്ട്. ഇനിയെന്ന് വെച്ചാൽ ഇത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ വേറൊരു നല്ലൊരു അടിപൊളി വീഡിയോ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ രേണു കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് ശരിക്കും പറയുകയാണെങ്കിൽ രേണുവിനെ വിമർശിക്കുന്നവർക്ക് അണ്ണാക്കിൽ കയറ്റിയുള്ള ഒരു മറുപടിയാണ് നമ്മുടെ രേണു കൊടുക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ രേണുവിനെ ഒരുപാട് പേര് വ്യക്തിഹത്യ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ആ കൂട്ടത്തിൽ പെടില്ല. പക്ഷേ രേണുവിൻ്റെ ചില ഫോട്ടോഷൂട്ടുകളിലൊക്കെ രേണുവിൻ്റെ നാഫിച്ചുഴിയൊക്കെ കാണിച്ചിട്ടുള്ള ആ ഫോട്ടോഷൂട്ടുകളിലൊക്കെ ഞാൻ വളരെ എതിരായിരുന്നു. ഇപ്പോഴും എതിര് തന്നെയാണ്. അത്തരത്തിലുള്ള ഫോട്ടോഷൂട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവർക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്കർട്ടൊന്ന് മേലോട്ട് പിടിച്ചിട്ട് തീരത്തൊക്കെ പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ പെൺകുട്ടികളെല്ലാവരും സാധാരണ ചെയ്യുന്നൊരു പരിപാടിയാണ് ബ്ലൗസ് പോലത്തെ ഉടുപ്പ് എടുത്തിട്ടിട്ട് വയറൊക്കെ കാണിച്ചിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണേലും കുഴപ്പമില്ല. പൊക്കിളൊക്കെ കാണിച്ചതിനോട് എനിക്ക് ഇപ്പോഴും യോജിപ്പില്ല. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, എൻ്റെ യോജിപ്പിൻ്റെ ആവശ്യമൊന്നും അവർക്കില്ല. അവരെന്തായാലും രണ്ടും തുനിഞ്ഞാണ്. ഇപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഇതിലെനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരെ ബോഡി ഷെയ്മിങ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ആളുകൾ. അവരുടെ മുഖം ചുണ്ടലിയെ പോലെയാണ്, അവരെ വായ കൊള്ളൂല, കണ്ണ് കൊള്ളൂല, പല്ല് കൊള്ളൂല, ശരീരം കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് ബോഡി ഷെയ്മിങ് ഒരുപാട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബോഡി ഷെയ്മിങ് ചെയ്യുന്നവരടുത്ത് എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറയുന്ന രേണുവിനെ ഇന്ന് സുധി എന്ന് പറയുന്ന മരണപ്പെട്ടുപോയ ആ ഒരു സഹോദരൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവരെ ഇതുപോലെ ബോഡി ഷേമിങ് ചെയ്യാനായിട്ട് ധൈര്യം കാണിക്കുമായിരുന്നോ? നിങ്ങൾ ആരെങ്കിലും ഇവരെ ബോഡി ഷേമിങ് ചെയ്യുമായിരുന്നോ? ഇല്ല, ഒരിക്കലും നിങ്ങളാരും ചെയ്യില്ലായിരുന്നു. പിന്നീട് ഇവരുടെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഭിനയം കാണാൻ ഒരു രസവും ഇല്ല. ശരിക്കും ഒട്ടും കൊള്ളില്ല എന്ന് പറയുന്നതാണ് വാസ്തവം. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ അങ്ങ് ശരിയായി വരുമായിരിക്കും. കാരണം ഇവർ ആദ്യം ചെയ്ത റീൽസിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, ആദ്യം ചെയ്ത റീൽസിനെ വെച്ച് നോക്കുകയാണെങ്കിലൊന്നും ഞാൻ പറയില്ല. രേണു സുധിയുടെ റീൽസുകളെല്ലാം കാണാൻ ഒന്നിനൊന്നും വെച്ചോണം. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ് റീൽസുകൾ. പിന്നെയെന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഒരു ചാന്ത് കുടഞ്ഞൊരു അത് നമുക്കൊക്കെ കുറച്ച് ഹോട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സമയത്ത് ചിന്തിച്ചതെന്ന് വെച്ചാൽ രേണു സുധി എന്ന വ്യക്തി, രേണു എന്ന് പറയുന്ന ആ ഒരു പാവപ്പെട്ട മരണപ്പെട്ടു പോയ യുവാവിൻ്റെ ഭാര്യയാണ് എന്നുള്ള രീതിയും, അതുമാത്രമല്ല ഈ പുള്ളിക്കാരത്തി അദ്ദേഹം മരിച്ചപ്പോൾ ഒരുപാട് കുറച്ച് ഓവറായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ വിയർപ്പും ബ്ലഡൊക്കെ കൂടിയുള്ള ആ ഒരു സ്മെല്ലൊക്കെ വെച്ചിട്ട് പെർഫ്യൂംസൊക്കെ ഉണ്ടാക്കിപ്പിച്ചു. അതൊക്കെ കണ്ടിട്ട് പിന്നെ എവിടെ ചെന്നാലും എവിടെ ചെന്നാലും സുധിയുടെ പേര് പറഞ്ഞ് കരയുക, ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഇവർക്കൊരു ചിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ അവരെ കുറ്റം പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ആ ഒരു മോഡലിങ്ങിൻ്റെ ഫോട്ടോസിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ അവരുടെ ആ ഒരു പാവാട ഉടുത്ത ആ ഒരു രീതിയോട് വളരെ പുച്ഛം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പുച്ഛം മാത്രമേ ഉള്ളൂ. എപ്പോഴും അതിനോട് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ അതുമായിട്ടൊന്നും യോജിക്കുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ട്. ഇവർക്കൊക്കെ നല്ല വൃത്തിക്കുള്ളൊരു മറുപടി ഇവർ കൊടുക്കുന്നുണ്ട്. ആ മറുപടി വളരെ നന്നായിരുന്നു. അത് അർഹിക്കുന്നത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ആ മറുപടി ഒന്ന് കേട്ടിട്ട് വരാം. നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്താലും അത് വിമർശിക്കട്ടെ. കാരണം നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. എന്നെ വന്ന് ഞാനത് പലപ്പോഴും പറഞ്ഞു, എന്നെ വന്ന് ഇങ്ങനെ ഞുള്ളിപ്പറിച്ച് എനിക്ക് വേദനയാക്കും. പക്ഷെ എനിക്ക് എന്റെ മനസ്സിന് എനിക്ക് ഒന്ന് കല്ലാന്ന്. എനിക്കൊരു വേദനയില്ല, ഒരു ചമ്മലുമില്ല, ഒന്നുമില്ല, ഒരു വികാരം. ഈ ഒരു നെഗറ്റീവ് കമന്റ്സ് കൊണ്ടോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. നെഗറ്റീവ് കമന്റ് ഇടുന്നവർ എന്നെ തളർത്താന്നാണോ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും, ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റ വാക്കി പറയാം, രേണു സുധി ഇനി നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല. കാരണം എന്റെ മനസ്സ് കല്ലാണ്. സോ എന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ വന്ന് എന്നെ തല്ലിയ എനിക്ക് വേദനിക്കും. അതുകൊണ്ട് തല്ല വരില്ല കേട്ടോ. ഞാൻ ആകെ ഇച്ചിരി ഉള്ളു, ചത്തു പോകും തല്ലിയ. വരട്ടേന്നേ, വിമർശിക്കട്ടേന്നേ, നമുക്ക് എന്നാന്നേ വിമർശിക്കട്ടെ. നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്താലും അത്
കമന്റ്സ് കൊണ്ടോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. നെഗറ്റീവ് കമന്റ് ഇടുന്നവർ എന്നെ തളർത്താന്നാണോ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റ വാക്കി പറയാം, രേണു സുധി ഇനി നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല. കാരണം എന്റെ മനസ്സ് കല്ലാണ്. സോ എന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ വന്ന് എന്നെ തല്ലിയാ എനിക്ക് വേദനിക്കും. അതുപോലെ തല്ല വരില്ല കേട്ടോ, ഞാൻ ആകെ ഇച്ചിരി ഉള്ളു ചത്തു പോകും തല്ലിയ. ഇതവർ വളരെ മാന്യമായ മറുപടിയാണ് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അവരെ അപമാനിക്കുന്നതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ വളരെ മാന്യതയേറിയതാണ്. ഇതിനെക്കാട്ടിലും മാന്യമായിട്ട് പറയാൻ പറ്റത്തില്ല. സത്യം, ഇതിനേക്കാൾ മാന്യമായിട്ട് അത്രയ്ക്കാണ് ഇവരെ ചുണ്ടലീര മുഖം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യേണ്ട കാര്യം എന്താ? ഇപ്പോൾ ഈ എന്നെ തന്നെ എന്തുമാത്രം ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട്. കുറേ ആളുകളൊക്കെ പറയുന്നുണ്ട് എന്നെ കണ്ടാൽ മത്തങ്ങത്തലയാണ്, എനിക്ക് ചിരിയാ വരുന്നത് അത് കേൾക്കുമ്പോൾ, തടിച്ചിയാണ്, ആനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. അതൊന്നും കേൾക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ഉല്ലുമില്ല എന്നുള്ളത് വേറൊരു സത്യം. പിന്നെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു എന്താണ്, സോറി, കോപ്പിറൈറ്റ് കിട്ടും പാട്ടുകൾ വന്നു കഴിഞ്ഞാൽ. ഞാൻ ഈ പാട്ടെടുത്ത് കളഞ്ഞേക്കട്ടെ. ഇതിനോടൊക്കെയാണ് നമുക്ക് പുച്ഛമെന്ന് പറഞ്ഞാൽ. സത്യമാണ്. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഫോട്ടോഷൂട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവരുടേത്. ഒരു നേരത്തെ ഇട്ടിരുന്ന ഒരു വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് ഇട്ടിരുന്ന ഒരു ഫോട്ടോഷൂട്ടുണ്ട്, അത് പിന്നെ സഹിക്കാം. പക്ഷേ ഇത് വളരെ ബോറായിട്ടുണ്ട്. ഇവർക്ക് ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇത് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ, ഇത്രയും ബോറായിട്ടൊക്കെ നിന്ന് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല. രേണു ഭയങ്കര വൃത്തികേടായിട്ടുണ്ട് രേണു. പക്ഷേ രേണുവിന് അതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് രേണു പറഞ്ഞു കഴിഞ്ഞു. അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഏതൊക്കെ രീതിയിൽ തളർത്താൻ നോക്കിയാലും വിമർശിച്ചാലും അവരുടെ ശരീരത്തെങ്ങും അത് തട്ടില്ല, അത് അവിടെ കിടന്ന് പറയത്തേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒരാൾ അങ്ങനെ സ്വയം അങ്ങനെ കുഴിച്ച് കുഴിയിലേക്ക് ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ കുപ്രസിദ്ധി കൊണ്ട് ഉയരങ്ങളിലെത്താമെന്ന് കരുതിയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അവരത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. പിന്നെ അവരെ പറഞ്ഞിട്ട് എന്താണ്, വിമർശിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് കമൻ്റ് ഇട്ടിട്ട് പൊയ്ക്കോളൂ. മിക്കവാറും പേര് എനിക്കിട്ടായിരിക്കും തരുന്നതെന്ന് എനിക്കറിയാം. ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം. വിമർശിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്, പിന്നെ അതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണല്ലോ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് തെറി വിളിക്കാനുള്ള ആർക്കുമുള്ള ഒരു പിന്നെ അതിനുള്ള ഒരു ഇതൊന്നുമില്ല. തെറി വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് അതിന് പറയുക, അതിന് വേണ്ടിയിട്ട് അല്ല അത്, അത്രയും പറയാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 100K ആക്കിത്തരിക, എൻ്റെ ആഗ്രഹമാണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.